അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു കുറ്റം ചെയ്യാത്തവനെന്ന് അറിഞ്ഞിട്ടും തൻ്റെ സ്ഥാനം നിലനിർത്തുവാനുള്ള തത്രപ്പാടിൽ തനിക്കെതിരെ ഒരു ലഹളയുണ്ടായാൽ താൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുമെന്ന ഭയത്താൽ നീതിമാനെന്ന് ബോധ്യപ്പെട്ട ഒരുവനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ പീലാത്തോസ് വിധിക്കുന്നു. ഇന്ന് വലിയ വെള്ളിയാഴ്ച. ഇത് ദൈവനിശ്ചയമായിരുന്നു. യേശുമശിഹ അതിന് സന്നദ്ധനുമായിരുന്നു. പീലാത്തോസ് അങ്ങനെ വിധി പറയേണ്ടതുണ്ടായിരുന്നു. ആ വിധി നടപ്പിലാകേണ്ടതുണ്ടായിരുന്നു. കാരണം അപ്രകാരമൊരു വിധി നടപ്പിലായാൽ മാത്രമേ രക്തം ചൊരിഞ്ഞിട്ടേ വിമോചനമുള്ളൂ എന്ന പ്രമാണപ്രകാരം പാപത്താൽ പിശാചിനടിമയായി പോയ മാനവൻ വിടുവിക്കപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. പാപിയോടുള്ള ദൈവസ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ക്രൂശിൽ നാം ദർശിക്കുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സമാധാനയാഗമായി തീരുകയാണ്. അവൻ നമ്മുടെ വിടുതലിനു വേണ്ടി സ്വയം അർപ്പണം ചെയ്യുകയാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ വിശ്വാസ സമൂഹം ധ്യാനിക്കുന്ന ഭാഗ്യകരമായൊരു ദിവസമാണിത്. ഈ ദിവസം നാം തിരിച്ചറിയേണ്ട പാഠം, ഒരു കുറ്റവും ചെയ്യാത്തവൻ ഏറ്റവും വലിയ കുറ്റവാളിയെപ്പോലെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ ഒരു കാരണമേ ഉള്ളൂ അതിന്. പാപിയായ ഞാൻ രക്ഷിക്കപ്പെടേണ്ടതിനാകുന്നു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് അവിടുന്ന് ഏറ്റെടുത്തത്. എൻ്റെ ശിരസിൽ വയ്ക്കപ്പെടേണ്ട മുൾക്കിരീടമാണ് അവിടുത്തെ ശിരസിൽ വയ്ക്കപ്പെട്ടത്. എൻ്റെ കരണത്തേൽക്കേണ്ട അടികളാണ് അവിടുത്തെ കരണത്ത് പതിഞ്ഞത്. എൻ്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കപ്പെടേണ്ടിടത്താണ് എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് റോമൻ പടയാളികൾ മുഷ്ടിയുദ്ധം നടത്തിയത്. എൻ്റെ താടിമീശകൾ വലിച്ചു പറിക്കപ്പെടേണ്ടിടത്താണ് കർത്താവിൻ്റെ താടിമീശകൾ വലിച്ചു പറിക്കപ്പെട്ടത്. ഞാൻ വിരൂപിയാക്കപ്പെടേണ്ടതിന് പകരമാണ് എൻ്റെ കർത്താവ് വിരൂപിയാക്കപ്പെട്ടത്. കണ്ടാൽ ആളെന്ന് തോന്നാതെ വണ്ണം അവൻ വിരൂപിയാക്കപ്പെട്ടു എന്ന് യെശയ്യാവ് എഴുതിയത് അങ്ങനെ യാഥാർത്ഥ്യമായി. എൻ്റെ ശരീരത്തിൽ വീഴേണ്ട ചാട്ടവാറടികളും ചമ്മട്ടിയടികളുമാണ് കർത്താവിൻ്റെ ശരീരത്തിൽ വീണത്. ഞാൻ ചുമക്കേണ്ട കുരിശാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചുമന്നത്. എൻ്റെ കൈകാലുകളിൽ തറയ്ക്കപ്പെടേണ്ട ആണിയാണ് കർത്താവിൻ്റെ കൈകാലുകളിൽ തറയ്ക്കപ്പെട്ടത്. എൻ്റെ വിലാവ് കുത്തി തുറക്കേണ്ട കുന്തമാണ് എൻ്റെ കർത്താവിൻ്റെ വിലാവ് കുത്തി തുറന്നത്. എല്ലാം എല്ലാം എനിക്ക് വേണ്ടിയായി, എനിക്ക് വേണ്ടി മാത്രം ആയിരുന്നു. ഞാനതിനാൽ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും നരകത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇതെനിക്ക് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനമാകുന്നു. എനിക്ക് വേണ്ടി എല്ലാം സഹിച്ച യേശുമിശിഹ തമ്പുരാനെ തൃപ്പാദപീഠം ചുംബിച്ച് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് അവിടുന്ന് ഏറ്റത് മുഴുവൻ. ആകയാൽ ഇനി മേലാൽ ഞാൻ പാപം ചെയ്യുകയില്ല.